ഇപ്പൊ ഒരാളോട് മൊബൈൽ ഇല്ലാത്തൊരു കാലഘട്ടത്തെ പറ്റി പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാണ്. അതെ. ആ സമയത്ത് എങ്ങനെയാണ് മനുഷ്യൻ സംസാരിച്ചത്, എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് പോയതെന്ന് ചിന്തിക്കാൻ പറ്റും. അതിനൊരു കുറച്ച് നാളെ ആയിട്ടുള്ളെങ്കിലും അങ്ങനെ ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഇവിടും ബാക്കിലോട്ട് 70കളുടെ സമയത്ത് ഒരു ഒരു 10ഓളം സിനിമകൾ മിനിമം ആ സമയത്ത് ഒന്നിച്ചില്ല, അടുപ്പിച്ച് 10ലധികം സിനിമകൾ ഒന്നിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷന്റെ പരിപാടി എങ്ങനെയാണ്? അന്ന് ലാൻഡ് ഫോൺ ഉണ്ട്, അതുണ്ട്. മദ്രാസിന്റെ നമ്പർ വരെ എനിക്ക് കാണാപ്പെടാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രേമിക്കുന്ന ആളെ പോലെ അഭിനയിക്കുക, പ്രേമമാണ്, മറ്റേ ഭയങ്കര അങ്ങനത്തെ യാതൊരു എക്സ്പ്രഷനും മോഹത്ത് വരുത്തില്ല. പൈങ്കിളിയില്ല. അത് സത്യമായിട്ടും എല്ലാവർക്കും അറിയാം. പൈങ്കിളി വരുത്തേ ഇല്ല. അതിപ്പോൾ പാട്ട് സീൻ അഭിനയിക്കുമ്പോഴും അതെ. അത് പല നായികമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മുഖത്തോട്ട് നോക്കുമ്പോൾ ചേച്ചി നമുക്ക് തോന്നുന്ന പ്രേമം കൂടെ ഒക്കെ ഇല്ലാതാവും എന്നൊക്കെ. അപ്പം അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, കുതിരവട്ടം പപ്പൂട്ടനും ഞാനും ഞങ്ങളെല്ലാം കൂടെ ഒന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ വന്നാട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ എന്നെ ഉപദേശം, കുറച്ച് നാളായാലേ അച്ഛനെയും അമ്മയും കണ്ടിട്ട് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്ത് വിരുദ്ധ ഇവർക്കെന്താ എൻ്റെ അച്ഛനുമായിട്ട് ഇത്ര വലിയ അടുപ്പം എന്നൊക്കെ എനിക്ക് തോന്നി. അല്ല, ഞാൻ ആ ഒരു മാനസിക വിഷമത്തിൽ കഴിയുകയാണ്. അന്ന് ഒറ്റയ്ക്കാണ്, എൻ്റെ കൂടെ ഒരു ജോലിക്കാരി മാത്രമേ ഉള്ളൂ. ഞാൻ സത്യമാണ്, എനിക്ക് കാണണം, അച്ഛനെയും അമ്മയും കാണണം. നിങ്ങൾ ശ്രീകുമാരൻ തമ്പി ചേട്ടൻ പടത്തിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ട്. അപ്പോൾ ഏതോ ഒരു സ്വപ്നം മാളിക പണിയുന്നവർ 2 പടം തിരുവനന്തപുരത്ത് ഒന്നിച്ച്. അന്നൊരു ഹോട്ടലുണ്ട്, പാരമൗണ്ടോ തമ്പാനൂരെങ്ങാണ്ട്, എൻ്റെ പേര് അങ്ങനെ ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. അതെ, അങ്ങനെ തന്നെ. അപ്പോൾ അവിടെ എത്തി, മെറിലാൻഡ് ഷൂട്ടിങ്. അങ്ങനെ ആ സമയത്ത് തമ്പി സാറാണ് സത്യം പറഞ്ഞാൽ ചെന്ന് സുവോട്ടൻ്റെ സകല കഥകളും ആദ്യം കേൾക്കുന്നത്. അപ്പോൾ അവരോട് പറയണം, പോയി അതൊക്കെ പറയുന്നിട്ടല്ലോ ഇവിടെ അടിക്കാൻ വരുന്നല്ല പറയുന്നത്, നിങ്ങൾ പോകണം, അച്ഛാമ്മയുമായി കാണണം, പിന്നെ വെറുതെ ചുമ്മാ ആവശ്യമില്ല അതൊരു പെണ്ണാവും എന്നൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മുടെ വീട്ടിലെ കാരണവന്മാരാരണ്ട് നമ്മളെ ശാസിക്കുന്ന പോലെ ആയിരുന്നു സംസാരം. അങ്ങനെ ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ഒരു 4.5 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വണ്ടി, ഒരു പച്ച അംബാസഡർ KRT 699, അതിൽ കയറി. ഇതാണ് ഓർമ്മയിലെന്നും പറയുന്നത്, നമ്പർ ഉൾപ്പെടെ. തീർച്ചയായിട്ടും അതെ. തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പിന്നെ ട്രാൻസ്പോർട്ടിൽ സുഖോട്ടം തന്നെ ശ്രമിച്ച് ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ കോട്ടയത്തുകാരനാണ്. ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ പോന്നു, അച്ഛനെയും അമ്മയും ചെന്ന് കാണുന്നു, കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നു. എൻ്റെ അച്ഛൻ ഈ പറഞ്ഞതിൻ്റെ തൊട്ടൊരു പെട്ടെന്നങ്ങ് താഴെ ആളല്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നു. ശരി, എന്താ പരിപാടി? നല്ല പരിപാടി, ഞാനിപ്പോൾ ഇവിടെ തമ്പിച്ചേട്ടൻ്റെ 2 പടം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ശ്രീകുമാരൻ തമ്പിച്ചേട്ടനെ നല്ല വരികയോ, ഹരിപ്പാടാണ്, എൻ്റെ അമ്മ ഹരിപ്പാട്ടുകാരിയാണ്. ഹരിപ്പാട്ട് അമ്മയുടെ തറവാട് എല്ലാവർക്കും അറിയാം, കോട്ടയ്ക്കകത്തെന്ന് പറഞ്ഞാൽ. അപ്പോൾ പറയൂ, ഞങ്ങൾ സംസാരിക്കാം. പറഞ്ഞു ഹോട്ടലിൽ നിൽക്കണ്ട, അവളെൻ്റെ അടുത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ. അപ്പോൾ തമ്പിച്ചേട്ടൻ പറഞ്ഞു, ഞാനതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടവരോടൊന്ന് സംസാരിക്കാം, അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്. എന്തിന് പറയുന്നു ഈശ്വര. പിറ്റേ ദിവസം ഞാൻ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് 5 കൊല്ലം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ചെല്ലുക. അതാരോ പറയുന്ന പോലെ അപ്പോഴൊക്കെയാണ് നമ്മൾ പിന്നീട് ഈ സാഹിത്യകാരന്മാരുടെ പലതും വായിക്കുമ്പോൾ, രചനകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുമല്ലോ, മനസ്സിങ്ങനെ നിർവൃതിയടഞ്ഞു, പൊട്ടി എന്നൊക്കെ പറയുന്ന വികാരങ്ങളൊക്കെ ചില സ്ഥലങ്ങള് വാക്കുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് അത്രയും വെയിറ്റ് ഉള്ളൊരു വാക്ക് ചിലപ്പോൾ മലയാളത്തിൽ കിട്ടില്ല. ശരിയാ, സത്യം. എങ്ങനെയാണ് ഇതിനെ പറയേണ്ടതറിയില്ല. കാരണം അമ്മ ഒരു ഭാഗത്തൂടെ കരഞ്ഞുകൊണ്ട് ചീത്ത വിളിക്കുന്നുണ്ട്, അച്ഛൻ വളരെ ഗൗരവത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്. ഏതായാലും എല്ലാവരും പറഞ്ഞു, ശരി നിൽക്ക്, അവിടെ നിന്ന് മര്യാദയ്ക്കൊക്കെ നിന്നാട്ടെ കേട്ടോ, ഏതായാലും നീ വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, അതൊക്കെ ഒരു പ്രായത്തിൻ്റെ ഒരു അപക്വമായ എടുത്തുചാട്ടങ്ങളിലൂടെ ഉണ്ട്, സാരമില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എന്നെ വീട്ടിൽ താമസമായി. 1 മാസം കഴിഞ്ഞപ്പം നീലക്കണ്ണുകൾ, ഗോപകുമാറിൻ്റെ ഒരു പടം നടക്കുന്നത് നെല്ലിയാമ്പതിയിൽ നീലക്കണ്ണുകൾ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് വിളിക്കുകയാണ്. ഞാൻ സുമാരനാണ്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അച്ഛനെ കാണാൻ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു. വന്നത് രംഗമൊക്കെ ആയിരുന്നു, സത്യത്തിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ വരണം അതൊക്കെ. പിന്നെ എഴുത്തുകാർ ഒരു ദിവസം ഒരു വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ തിരുവനന്തപുരത്ത് എത്തി എന്ന് പറഞ്ഞൊരു ഫോണ് വന്നു. ജുബ്ബ, അദ്ദേഹം ഈ ജുബ്ബ ഇങ്ങനെ തെറുത്ത് കയറ്റി വയ്ക്കുമല്ലോ 2 സൈഡും വെച്ച് ഒരു സ്വർണ്ണ ചെയിനൊക്കെ കഴുത്തത്ത് കിടപ്പുണ്ട്. അപ്പോൾ എന്നെ അത് വരെ മൂത്ത ചേച്ചി അവിടെ വീട്ടു. അപ്പോൾ ചേച്ചി ചോദിച്ചു, ഇയാളെ കണ്ടിട്ടൊരു നമ്പൂതിരി ലക്ഷണം, കടൊരു സുമുഖരായ വെളുത്ത് സ്വർണ്ണ ചെയിനൊക്കെ ഇട്ട് നല്ല ആഢ്യത്തുള്ളൊരു നമ്പൂരി കുടുംബത്തിലെ ഒരു, അങ്ങനെയൊക്കെ അന്നത്തെ കാലത്തെ ഒരു വർണ്ണനയാണ്. അപ്പോൾ വന്നു ഒറ്റയ്ക്ക്. ഞാൻ ചോദിച്ചു, തമ്പി സാർ എന്ത് വരും അത്ര പറഞ്ഞു. നേരെ വീട് വരെ വന്നോ? ഒറ്റയ്ക്ക് ഇറങ്ങി അച്ഛൻ്റെ അടുത്ത് വന്നു.
അച്ഛനോടാണ് ഞാൻ ഇന്നാരാണ് അതാണ്. അപ്പം അതിന് മുമ്പ് തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞു ഇന്നാരാണ് വരുന്നത് നടൻ. അപ്പം എൻ്റെ അമ്മയ്ക്ക് നല്ല പരിചയം. കാരണം അന്ന് ഈ നാന സിനിമ അല്ല ഞാൻ ഇന്നോരാണെന്ന് പറയാൻ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ? ഉണ്ട്. അതാ പറഞ്ഞേ. അപ്പം ഈ നാനയിലൊക്കെ നാന അന്ന് കൃഷ്ണസ്വാമി റെഡ്ഡി അദ്ദേഹമൊക്കെ ഉള്ള സമയത്ത് എൻ്റെ ചേട്ടനായിരുന്നു ഫാമിലി ഡോക്ടറൊക്കെ അദ്ദേഹത്തിൻ്റെ. ആ അപ്പം ഈ നാനയൊക്കെ വീട്ടിൽ വരുന്നതുകൊണ്ട് ഇതൊക്കെ വായിച്ചിട്ട് അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം. പിന്നെ ആളറിയാം. കൂടുതലും അദ്ദേഹം ഈ പറഞ്ഞിട്ട് MT വാസുദേവൻ നായർ സാറിൻ്റെ ഹീറോ കഥാപാത്രങ്ങളുടെ ഒരു ഭാഷയും രീതി ആ നാട്ടുപുറമാണല്ലോ, രണ്ടുപേരും ഒരേ നാടാണ്. അപ്പം അതുകൊണ്ട് അതൊക്കെ നന്നായിട്ടറിയാം. ചേച്ചിക്ക് പിന്നെ കണ്ടപ്പോഴും അയ്യോ സുമാരോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോഴും ഇതിനാണ് വന്നതെന്ന് എൻ്റെ അച്ഛനെ അറിയില്ല. അദ്ദേഹം വലിയ ചേച്ചിക്ക് അറിയാലോ ഇതിനെ അത് എനിക്കൊരു സൂചന ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും അറിയാത്ത പോലെ ഒന്നും അറിയാം. ഏതായാലും ഞാനെനിക്ക് നല്ല കുഞ്ഞായിട്ട് അവിടെ നിന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. വാസത്തിൽ ആദ്യം പറഞ്ഞ അച്ഛനെ എപ്പോഴും പറയാത് വളരെ മാന്യമായിട്ട് വന്നിട്ട് ഞാൻ അച്ഛൻ്റെ മകളോട് ഞാനാണ് നിർബന്ധിച്ച് അച്ഛനെ അമ്മയും വന്ന് കാണണം. ഈ കുട്ടിക്ക് കുറച്ചൊരു പൊട്ടൻഷ്യലൊക്കെ ഉള്ള ഒരു ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ്, എന്തിനാണ് ഇവർ ഈ സിനിമയിലൊക്കെ വന്ന് കിടന്നിട്ട് അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നൊക്കെ പറയും. അല്ല സിനിമയൊക്കെ അത്യാവശ്യം ചെയ്തു, അവരില്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതല്ല അവർക്കൊരു പറ്റിയൊരു ജീവിതം എന്ന് പറയുന്നത് കുറച്ചുകൂടെയൊക്കെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടോട് ജീവിക്കുന്നതാണ് നല്ലത്. കാരണം എന്നൊക്കെ പറയും കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും. അച്ഛന് ക്ലാസ് എടുത്തു. അതെ. അപ്പം അച്ഛൻ എന്നെ വിളിപ്പിച്ചു, അല്ല ഇവിടെ വാ, എത്ര നാളായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു ഞങ്ങൾ കുറച്ച് സിനിമയിലൊക്കെ ഒന്നിച്ച് അഭിനയിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞു. PMGയിലാണ് ഈ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോ സിനിമ അന്ന് കാലത്ത് ഒരാൾക്ക് സിനിമാക്കാരനെ കെട്ടിച്ചു കൊടുക്കാൻ ടാൻസാനിയ ഉൾപ്പെടെ കിടക്കുക ഇല്ല. എന്നിട്ട് അച്ഛൻ പറഞ്ഞു ശരി ഞാൻ അതെൻ്റെ ചേട്ടൻ ന്യൂസിലൻഡിൽ ഹീമറ്റോളജിയുടെ സ്പെഷ്യലൈസേഷനൊക്കെ ആയിട്ട് എൻ്റെ മകനുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കണം. ഇത് 1 മാസമല്ലേ ആയുള്ളൂ, ഇപ്പോൾ വീട്ടിലോട്ട് വന്നിട്ട് ഒന്ന് സംസാരിക്കാനുള്ള ഒരു സമയം തരണം എന്ന് പറഞ്ഞു. ശരി അച്ഛാ ഞാനിവിടെ ഉണ്ട്, 10 ദിവസം ഇവിടെ ഉണ്ട്, തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങാണ്, പറഞ്ഞാൽ മതി. അന്ന് രാത്രി എൻ്റെ അച്ഛൻ ചേട്ടനുമായിട്ട് സംസാരിക്കുക. അപ്പോൾ ചേട്ടൻ ഇമ്മീഡിയറ്റായിട്ട് ചെയ്തത് കൃഷ്ണസ്വാമി റെഡ്ഡിയാരും ഒക്കെ ആയിട്ട് ചോദിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം, ഞാൻ ഈ പറഞ്ഞ വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, കുറേ സിനിമകൾ കണ്ടു. അപ്പോൾ അവരൊക്കെ വിളിച്ചപ്പോൾ അന്ന് അയ്യോ ഞാൻ എപ്പോഴും പറയാം റെഡ്ഡിയാസാൻ്റെ മറുപടി 2 അടിക്കുമെന്നേ ഉള്ളൂ, നല്ല പയ്യനാന്ന്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഗാന്ധിയന്മാരുടെ ഈ അടി ഇല്ല. അയ്യോ അപ്പോൾ അതൊക്കെ 2 കഴിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതൊന്നും നോക്കണ്ട, നല്ല ചെറുക്കന, നല്ല വിവരമുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, മലബാറിലെ വലിയ കുടുംബത്തിലെ ഒരു പയ്യനാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ചേട്ടൻ പറഞ്ഞു വെച്ചാൽ ആലോചിച്ചേട്ടെ, കാരണം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പുള്ളി ചേട്ടന് പിന്നെ അതൊന്നും പ്രശ്നമല്ലല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ 2 അടിക്കുന്നതൊക്കെ ഞാൻ വലിയ മഹാതെറ്റാന്നൊന്നും ചേട്ടൻ പറയത്തില്ല. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. ശരി വിളിച്ചു അച്ഛൻ. അപ്പോൾ സുഗതൻ്റെ അച്ഛൻ വന്നിട്ട് ആദ്യം പറഞ്ഞത് അമ്മേനെ ഈ കല്യാണത്തിന് കൂട്ടണ്ട കേട്ടോ, കാരണം അവൾ കഴിഞ്ഞ 4 വർഷമായിട്ട് കല്യാണം ആലോചിച്ചിട്ടേ ഇവനിങ്ങനെ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് തട്ടിപ്പോയത്. ഇതിനാണ് അത് വെറുതെയാ. ഇത് ഞങ്ങൾ 4 വർഷം അതെ ഒരു വർഷമായിട്ട് എനിക്കറിയാവും. പക്ഷേ 3-3.5 അതായത് MA കഴിഞ്ഞ് ജോലിക്ക് കയറിയപ്പോൾ തൊട്ട് കല്യാണം ആലോചിക്കുക. പക്ഷേ ഒന്നും പിടികൊടുക്കില്ല, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞാൽ അവസാനമായപ്പോൾ തീരെയും പിടികൊടുക്കുന്നില്ല. മിക്കവാറും സുഭദ്ര നമ്മുടെ പേര്, സുഭദ്രയ്ക്ക് ഒരുപക്ഷെ തോന്നുന്നത് ഓഹോ ഇതിനായിരുന്നല്ലേ അവൻ ഈ തെന്നി പോയത് എന്ന് തോന്നുമായിരിക്കാം, സ്വാഭാവികം. അപ്പോൾ അതുകൊണ്ട് അത് അച്ഛൻ അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങൾ അങ്ങേക്ക് സമ്മതമാണോ, പിന്നെ ആങ്ങളമാരുണ്ട്. എന്തിനാ പറയുന്നത്, അത് കഴിഞ്ഞൊരു 1.5 മാസം കഴിഞ്ഞ് ഒരു ഒക്ടോബർ 17-ാം തീയതി രാവിലെ തുലാമാസം 1-ാം തീയതി ശരി എല്ലാവരും ഒന്നും വേണ്ട, നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പേര്, അതെനിക്ക് എൻ്റെ ചേട്ടന്മാർ വല്യച്ഛന്മാരോടൊക്കെ ഒന്ന് പറയണം, അവളുടെ അമ്മാവന്മാരുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് 2 പേര്. അപ്പോൾ അച്ഛനും പറഞ്ഞു എനിക്കും അതെ ഒരു 3-4 പേരേ ഉള്ളൂ പറയാനായിട്ട്. ഇതിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ആഘോഷവും വേണ്ട, ചെറിയ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ട്. അന്ന് ചേട്ടൻ്റെ വഴുതക്കാട് വേറെ ഇപ്പം അത് കൊടുത്തു. സിനിമാ നടൻ സിനിമാടി കല്യാണം ആയിട്ടില്ല, അയ്യോ ചെറിയ പരിപാടി, വിളക്ക് കത്തിച്ച് ഒരു പലകപ്പുറത്തുമുണ്ട് നേരിയൊക്കെ വിരിച്ച് ഇരുന്ന് താലി കെട്ടി കല്യാണം കഴിഞ്ഞാൽ ഏറ്റവും വലിയ കോമഡി എവിടാന്നറിയാം, ഒരു ചെറിയ ന്യൂസ് ഇൻഡസ്ട്രിയിൽ സുകുമാരൻ്റെ കല്യാണമാണോ മല്ലികയെ കിട്ടുന്നത് അതൊക്കെ ഒരു ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്. അന്ന് എൻ്റെ നീലാകാശം എന്ന് പറഞ്ഞ പടം ഷൂട്ടിംഗ് തുടങ്ങുക കൊല്ലത്ത്. അന്നൊരു നീല ഹോട്ടലുണ്ട് കൊല്ലത്ത്, SK നായർ സാറ് മലയാറ്റൂർ സാറൊക്കെ സ്ഥിരം അവിടെ. അപ്പോൾ അങ്ങനെ പുള്ളി രാവിലെ 7:40-നും 8:10-നും ഇടയ്ക്കാണ് മുഹൂർത്തം.
വിളിച്ചു പറഞ്ഞു, തോപ്പിൽ ഭാസ് സാറിനോട് വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരു 10 മണിയാവും എത്താനായിട്ട്, ഞാനിപ്പോൾ ഇന്നലെ മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്ത് വരേണ്ട അത്യാവശ്യ കാര്യമുണ്ട്, ഞാനിപ്പോൾ അങ്ങ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ ആൾ ചുബ്ബ ഒരു കസവ് കൊണ്ട് ഒരു കൈലി, സാധാരണ ഷൂട്ടിങ്ങിന് പോകുന്ന സ്റ്റൈലിൽ ഒരു കൈലി എടുത്തെടുത്ത് ഒരു ഷർട്ടും ഒക്കെ എടുത്തിട്ട്, അപ്പോൾ ഇങ്ങനെ ഒരു 10 മണിയാവുന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒരു കൈലി, അന്നൊരു പ്രത്യേക കൈലിയുണ്ട്, എനിക്ക് തോന്നുന്നു പിഷാരടിക്ക് അറിയായിരിക്കും, ഈ ഗൾഫിൽ കിട്ടും ഇങ്ങനെ പൂക്കളും നല്ല ഉടുത്താ നിക്കല്ലേ ഊരി കിശി കിശാന്ന് ഒരച്ച തീ പാറും അതുപോലത്തെ കൈലി, ഒരു കൈലി ഒരു ഷർട്ടും ഒക്കെ ഇട്ട് ഇറങ്ങിയപ്പോൾ അമ്മ, അയ്യേ മോനെ പാപ്പയൊക്കെ അവിടെ ഇരിക്കുന്നത്, എന്തിനാ ഇപ്പോഴേ മുണ്ടൊക്കെ മാറ്റിയത്? എൻ്റെ ചോറാണമ്മേ, ഞാനേ ഒന്ന് കൊല്ലത്ത് ഷൂട്ട്, അല്ല അത് പറഞ്ഞാൽ അവൾ പറഞ്ഞാൽ കൊല്ലത്ത് ഷൂട്ട് ഇപ്പം പോണോ? ആ പോണം എന്ന് പറഞ്ഞു. കല്യാണത്തിൻ്റെ അന്ന് ചടയിൽ 2 ഇഡ്ഡലിയും കഴിച്ചേച്ച് കൈലി ഇട്ട് ഇവിടെ ഒറ്റപ്പോക്ക്. അതിൻ്റെ തമാശ അല്ല, അവിടെ ചെന്ന് നീല ഹോട്ടലിൽ ചെന്ന് മലയാറ്റൂർ സാറിനോടും SK നായർ സാറിനോടും പറഞ്ഞു, ചേട്ടാ പുറത്ത് വിടരുത്, ഒരു ചെറിയ ചടങ്ങ് കഴിഞ്ഞാൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് നേരെ സെറ്റിലോട്ട് എഴുതും. മീന ചേച്ചി, സുമാരാ നിൻ്റെ കല്യാണം പറ്റുമായിരുന്നു വലിയ ഇതാ, അല്ല ആരണ്ടൊക്കെ പറഞ്ഞു നിൻ്റെ കല്യാണം വന്നെന്ന് പറഞ്ഞു. അങ്ങനെ വഴിയെ പോകുന്നവർ എന്തെല്ലാം പറയും ചേച്ചി, പിന്നെ കല്യാണം രാവിലെ കല്യാണത്തിന് പോയച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള മട്ടിൽ അദ്ദേഹം സുന്ദരമായിട്ട് അതങ്ങ് തഴഞ്ഞ് ആ ചോദ്യത്തിന് ഉത്തരവും പറഞ്ഞില്ല.